നവീൻ ബാബുവിന്റെ മരണത്തിൽ CPM ജില്ലാ കമ്മിറ്റി സ്വീകരിച്ച നിലപാടിനെ ശരിവച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം. വിവാദത്തിന് ബലം നൽകുന്ന വിധത്തിൽ ജില്ലയിലെ ചിലർ വക്താക്കളായി ചമഞ്ഞുവെന്നും വിമർശനമുയർന്നു. CITU നേതാവ് മലയാലപ്പുഴ മോഹനെതിരെയായിരുന്നു പരോക്ഷ വിമർശനം. പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾക്ക് രണ്ട് നിലപാടാണെന്ന് വരുത്തിക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും കൊടുമൺ ഏരിയ കമ്മിറ്റിയിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധികൾ പറഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, പൊതുവെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീന്റെ വിഷയത്തിലെടുത്ത നിലപാടിനെ അംഗീകരിക്കുമ്പോഴും മലയാലപ്പുഴ മോഹൻ അടക്കമെടുത്ത നിലപാടിനെ വിമർശിക്കുകയാണോ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ? പ്രവീൺ. അരുൺ, പത്തനംതിട്ട CPIM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലാണ് മലയാലപ്പുഴ മോഹനെതിരെ വിമർശനം ഉയർന്നത്. പ്രധാനമായും നവീൻ ബാബു വിഷയം ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു. കൊടുമൺ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള അംഗമാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ അഭിപ്രായ പ്രകടനം. പ്രധാനമായും പറഞ്ഞത്, നവീൻ ബാബു വിഷയത്തിൽ CPIM ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം അത് നല്ലതായിരുന്നു. പക്ഷേ ചില ആളുകൾ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ വക്താക്കളാകാൻ ശ്രമിച്ചു. പാർട്ടിയിൽ രണ്ടഭിപ്രായം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിച്ചു. ഇത് മലയാലപ്പുഴ മോഹനെതിരെയുള്ള പരോക്ഷ വിമർശനമായിരുന്നു. പക്ഷേ ഈ പ്രതിനിധി സമ്മേളനത്തിൽ മലയാലപ്പുഴ മോഹനന്റെ പേർ എടുത്തു പറയാതെയായിരുന്നു കൊടുമൺ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഈ വിമർശനം. മലയാലപ്പുഴ മോഹനെ അനുകൂലിച്ചുകൊണ്ട് ഒരു അഭിപ്രായവും പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും ഉയർന്നില്ല. നമുക്കറിയാം, നവീൻ ബാബു വിഷയത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ നേതാവ് കൂടിയായിരുന്നു കോന്നി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മലയാലപ്പുഴ മോഹനൻ. കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കും വിഷയത്തിൽ രണ്ടഭിപ്രായമാണ് എന്നുള്ള നിലയിൽ തന്നെ പ്രത്യക്ഷത്തിലുള്ള പ്രതികരണങ്ങൾ മലയാലപ്പുഴ മോഹനൻ നടത്തിയിരുന്നു. ഇതിനെതിരെയുള്ള വിമർശനമാണ് ഇന്ന് CPIM ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. MV ഗോവിന്ദനും ഇന്ന് ഈ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തി. പത്തനംതിട്ട ജില്ലാ സമ്മേളനം തുടരുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.